ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബൈ ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ് കോയിൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഒരു 20K എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഞാൻ ബൈ ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും പ്രൈസ് താഴേക്ക് പോകാൻ തന്നെയല്ല ചാൻസ് ഉള്ളത്, അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഒരു ബൈ പൊസിഷൻ എടുക്കുന്നത്, നമുക്ക് ഒരു ലോസ് അല്ല ഇനി വരിക, പ്രൈസ് താഴേക്ക് പോകുകയാണെങ്കിൽ ഒരു ലോസ് അല്ലേ വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ ഒരു ബൈ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞത്. ഞാനൊരു ലോങ് ടൈമിലേക്കാണ്, അതായത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ കുറച്ച് ബൈ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് 18K മുതൽ 20K വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ആളുകൾ ആ ഒരു ഏരിയയിൽ ബൈ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അഥവാ അങ്ങനെ നടന്നില്ലെങ്കിൽ പോലും നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോ തവണയും ഓരോ ക്രാഷിൻ്റെ സമയത്തും ഏത് രീതിയിലായിരുന്നു ആ ഒരു ബോട്ടം എന്ന് പറയുന്ന ആ ഒരു ക്രാഷിൻ്റെ ബോട്ടം ഏത് രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ആ ഒരു ഏരിയ 18K മുതൽ 20K എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഞാൻ ബൈ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതും ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇതായിരിക്കും ബോട്ടം എന്ന് ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക. ആ ഒരു കാര്യം ഒന്ന് ക്ലാരിറ്റി വരുത്തണം, ആ ഒരു കാര്യത്തിലൊന്ന് ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ ആ കാര്യം പറഞ്ഞത്. മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ഇതുപോലുള്ള ഏരിയാസിലാണ് നമ്മൾ ശരിക്കും ഒരു ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഏരിയാസിലാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, ഞാൻ ഡേ ട്രേഡോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്, ഒരു ലോങ് ടൈമിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലോങ് ടൈം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഏരിയാസ് ആണ് നമ്മൾ ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഏത് രീതിയിലാണ് മാർക്കറ്റ് ഇനി കുറച്ച് ദിവസങ്ങളിൽ പോകാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ വീട്ടിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. $US പെയറിലുള്ള വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. പ്രൈസ് കൃത്യമായിട്ട് നമ്മുടെ 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു 18K മുതൽ 20K വരെയുള്ള ഏരിയ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലത്താണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്, നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ മാസം ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ മാസം 9-ാം തീയതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു ആ സമയത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏത് രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീക്ക്ലി ടൈം ഫ്രെയിമിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണ്ടും പ്രൈസ് ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ വീണ്ടും പ്രൈസ് ഒരു അക്യുമുലേഷൻ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഇവിടെ പ്രൈസ് ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതായിരുന്നു ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. ഇവിടെ ആയിരിക്കും ഒരു അക്യുമുലേഷൻ ഫേസ്, ഫൈനലായിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടായിരിക്കുക. അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് അപ്പ് ആവുകയും ദെൻ നമ്മളിവിടെ കണ്ട പോലുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. സോ ഈ സൈക്കിൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പ്രൈസ് ഇവിടെ നിൽക്കുമ്പോഴായിരുന്നു ഒരു 30K എന്ന് പറയുന്ന 31K എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നിൽക്കുമ്പോഴായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പ്രൈസ് ആ ഒരു ഏരിയയിൽ, അതായത് ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് പിന്നീട് ഒരു സൈഡ് വേസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ഈ രീതിയിൽ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ബിറ്റ്കോയിനിൽ പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ബിറ്റ്കോയിനിലല്ല, ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും പിന്നീട് ഒരു പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബോട്ടം ആവാനുള്ള എല്ലാത്തരം സാധ്യതകളും നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഇതുപോലുള്ള മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഈ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം ഇനി വരുന്ന അടുത്ത ആഴ്ചകളിലോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലോ ബിറ്റ് കോയിനിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ്. ഈ ഡ്രോയിങ്സ് എല്ലാം ഞാനൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡൗൺ ട്രെൻഡ് ഇവിടെ കൃത്യമായിട്ടുള്ളതും വളരെ ശക്തമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, നമുക്കൊരു പാരലൽ ചാനലിലൂടെ അവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിലൊരു പാരലൽ ചാനലിലൂടെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ടും കൃത്യമായിട്ടും കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ തവണ ഈ ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് സപ്പോർട്ട് എടുക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കാണാൻ പറ്റും, ഇവിടെ 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 കാണാൻ പറ്റും. അങ്ങനെ ഈ രീതിയിൽ ഈ ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസിനൊരു മൂവ്മെൻറ്റ് സംഭവിക്കണം. അതായത് ഈ രീതിയിൽ ഇവിടെ നിന്ന് പ്രൈസിന് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും ഒരു 25-27Kയിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയും ദെൻ അവിടെ നിന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് ഈ രീതിയിലായിരിക്കണം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ടോടെ സംഭവിക്കേണ്ടത്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് പ്രശ്നമുള്ളൊരു ഏരിയയാണ്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും കുറച്ചൊന്ന് പണിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഈ ഒരു 29-30K എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ ഈ ഒരു ഏരിയ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ലെവൽ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ലെവലിനും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു 20K എന്ന് പറയുന്ന ലെവലിനും ഇടയിൽ നിന്ന് കളിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ സംഭവിച്ച പോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിട്ടുള്ള ഇവിടെ ഈ ഒരു പാരലൽ ചാനലിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ സംഭവിച്ചിട്ടുള്ള നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഈ ക്യാൻഡിൽസ് ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് വേസ് ട്രെൻഡ് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ടൊരു ലോങ് ടേം അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് ഈ രീതിയിൽ നമുക്കിവിടെ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ദെൻ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്കവിടെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ട് വേണം പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട്. ഈ രീതിയിൽ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്യണം, ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ ഒരു ബുൾ മാർക്കറ്റിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് കടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അക്യുമുലേഷൻ ഫേസിലായിരിക്കും, അതായത് ഒരു ഫൈനൽ ആയിട്ടുള്ള അക്യുമുലേഷൻ ഫേസിലായിരിക്കും നമ്മൾ നിൽക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഈ രീതിയിലുള്ള ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡേ ട്രേഡേഴ്സിനും അതുപോലെ തന്നെ സ്കാൽപ്പേഴ്സിനൊക്കെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. ഡെയിലി ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു 2-3 ട്രേഡൊക്കെ എടുക്കാനായിട്ട് സ്കാൽപ്പേഴ്സിനും ഡെയിലി നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാനായിട്ട് നല്ല കൃത്യമായിട്ടുള്ള ട്രെൻഡുകൾ കിട്ടുന്ന രീതിയിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ഡേ ട്രേഡേഴ്സിനും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡേഴ്സിന് മാത്രമേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കുറച്ച് അക്യുമുലേഷൻ ഫേസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഡേ ട്രേഡേഴ്സിനും സ്കാൽപ്പേഴ്സിനും ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള ട്രെൻഡ് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ
നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസരങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ആ അവസരങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. ആൻഡ് ഈ വീഡിയോ നിങ്ങളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസിനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.